സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരിക്കൽ അവിടുത്തെ ഒരു ജോലിക്കാരന് കത്തെഴുതിക്കൊണ്ട് പറഞ്ഞു, മോനെ, നീ ഒരിക്കലും പൂർണ്ണമായും ഉറക്ക് ഒഴിവാക്കരുത്. ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകണം. ഉറക്ക് പൂർണ്ണമായും ഒഴിവാക്കൽ ഇബ്ലീസിൻ്റെ ചര്യയാണെന്ന് സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഓർമ്മപ്പെടുത്തിയെങ്കിൽ ശരീരത്തിന് ഇബാദത്തെടുക്കാനുള്ള ഉന്മേഷം ലഭിക്കുന്ന രൂപത്തിൽ ആവശ്യമായ ഉറക്ക് നൽകൽ മഹാന്മാരുടെയൊക്കെ ചര്യയാണ്. ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൈലൂലത്തിൻ്റെ ഉറങ്ങിയതൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ സയ്യിദുന ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ മകനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയ മറ്റൊരു ഉപദേശമാണ്, മോനെ, ഒരിക്കലും നീ കൂടുതലായി ഉറങ്ങിപ്പോകരുത്. യജീഉ യൗമൽ ഖിയാമത്തി കാന ഫഖീറ. കൂടുതലായി ഉറങ്ങിയാൽ അന്ത്യനാളിൽ എല്ലാവരും ഒരുപാട് അമലുകളുമായി വരുമ്പോൾ ഫഖീറായിക്കൊണ്ട് നിനക്ക് വരേണ്ടി വരുമെന്ന് മഹാനായ സയ്യിദുന ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചെങ്കിൽ ശരീരത്തിന് ആവശ്യമായ വിശ്രമം ലഭിക്കുന്ന രൂപത്തിൽ ഉറങ്ങുകയും എപ്പോഴും ഉറങ്ങുന്ന ഒരു രൂപം നമുക്ക് ഇല്ലാതിരിക്കുകയും ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.